Hello friends, Assalamu alaikum. It's me Shabina Riaz. Welcome back to me and UPPAZZ. അപ്പോൾ നമുക്കൊന്ന് കുട്ടിക്കാലത്തിലേക്ക് പോയിട്ട് വന്നാലോ? തംബ്നെയിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ തേനൂർന്ന തേനുണ്ടയാണെന്ന്. ഇപ്പോഴത്തെ തേനുണ്ടയും പണ്ടത്തെ തേനുണ്ടയും എത്രമാത്രം വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എല്ലാവരും കുട്ടിക്കാലത്തേക്ക് പോയിട്ട് വന്നിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിലുള്ള തേനൂർന്ന തേനുണ്ട നമ്മുടെ മക്കൾക്കും കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ തേനുണ്ട ഉണ്ടാക്കുവാൻ വേണ്ടി 1/2 ഗ്ലാസ് ഇഡ്ഡലി റൈസ് 1.5 സ്പൂൺ ഉഴുന്നും ചേർത്ത് 3 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തതാണിത്. ഇത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതിൻ്റെ ബാറ്റർ ഈ പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളി ബേക്കിംഗ് പൗഡർ, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് റെഡ് കളർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കളർ കുറച്ച് കുറഞ്ഞത് കൊണ്ട് ഒരല്പം കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പൊന്തി വന്ന ഉടൻ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അധികം ക്രിസ്പി ആക്കാൻ വെക്കരുത്. ക്രിസ്പി ആയാൽ ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. നെക്സ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഷുഗർ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് ഷുഗർ സിറപ്പിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 10 മിനിറ്റ് മാത്രം സിറപ്പിലോട്ട് ഇട്ട് വെച്ചാൽ മതി. ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം. ഞാനിവിടെ പഞ്ചസാരയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് കാണാൻ. അതുമല്ല കുട്ടികൾക്ക് കൂടുതൽ സന്തോഷവുമാവും പഞ്ചസാര കാണുമ്പോൾ.
അപ്പോൾ നമ്മുടെ തേനൂറും തേനുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ആരും മടി കാണിക്കണ്ട, വളരെ ഈസിയാണ് ഉണ്ടാക്കുവാൻ. ഇത് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.